നമസ്കാരം. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം അബ്ദുൽ സലാമുമായുള്ള മുഖാമുഖം പരിപാടിയുടെ അവസാന ഭാഗത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. വനിതാ പഠന വകുപ്പ് എന്ന് പറയുന്നത് കാലിക്കറ്റിൻ്റെ ഒരു സവിശേഷതയാണ്. വനിതകൾക്ക് മാത്രമല്ല അവിടെ പഠിക്കാൻ കഴിയുക, പക്ഷെ വനിതകളെ സംബന്ധിക്കുന്ന അവർക്ക് ജീവിതത്തിൽ ഗുണം കിട്ടുന്ന തരത്തിലുള്ള എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും, അത്തരത്തിലുള്ളൊരു കോഴ്സാണത്. കാലിക്കറ്റിന് പ്രത്യേകതയായ ഈ കോഴ്സ് നടത്തുന്നതോടൊപ്പം വനിതകളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള പദ്ധതികളും ആവിഷ്കരിക്കാൻ കഴിയില്ലേ? എന്തെങ്കിലുമൊക്കെ കേന്ദ്രമോ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ? ബോധവൽക്കരണം തുടങ്ങിയവയൊക്കെ ലക്ഷ്യമാക്കിയിട്ട്. ഈ വനിതാ ശാക്തീകരണം എന്നുള്ള വേർഡ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. എല്ലാവർക്കും അറിയാം, ലോകത്തോട് തന്നെ അറിയാം, വനിതകൾക്ക് കൂടെ മോചനം എന്നുള്ളത് അറിയാം. അതിൽ വിദ്യാഭ്യാസം കൊണ്ട് അവർക്ക് കൊടുക്കുക, സ്കിൽ ഡെവലപ്മെൻറ്റ് കൊടുക്കുക, കൂടുതൽ ജോലി കൊടുക്കുക, ഇങ്ങനെയുള്ള എല്ലാ മാർഗവും. ഇന്നിപ്പോൾ ജോലി കിട്ടണമെങ്കിൽ വിദ്യാഭ്യാസത്തെക്കാളും കൂടുതൽ വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞു, സ്കിൽസ്, ജോലി ചെയ്യാനുള്ള കഴിവ്. സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാംസും ഉണ്ട്, നമുക്ക് കോഴ്സസും ഉണ്ട്. ഫാഷൻ ടെക്നോളജി, ഒരു വനിതാ സെൻറ്റർ പോലുള്ള ഒരു പക്ഷേ അവിടുത്തെ ജീവനക്കാർക്ക് കൂടി പ്രയോജനപ്പെടുന്ന ഒരു വനിതാ സെൻറ്റർ, അത്തരത്തിലുള്ളത്. വനിതാ സെൻറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഒരു വനിതാ ഡിപ്പാർട്ട്മെൻറ്റിൽ വനിതകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന്, വനിതകൾക്ക് വിവിധ തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതിനുള്ള വിവിധ പ്രോഗ്രാമുകളുണ്ട് ഉണ്ട്. അതുകൂടാതെ നമുക്കൊരു സെൻറ്റർ ഫോർ ലൈഫ് ലോങ് ലേണിംഗ് എന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ ചെയ്യുന്ന പ്രോഗ്രാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കൂടുതലും വനിതകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. അവിടെ സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. ഒരു ദിവസം ഞങ്ങളുടെ പാവകൾ ഉണ്ടാക്കുന്നത്, തയ്യലുണ്ടാക്കുന്നത്, കൗൺസിലേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്, സാധാരണക്കാരായ കുടുംബിനികൾക്ക് കുട്ടികളെ വളർത്തുന്നതിനെ പറ്റി, ഹോം മാനേജ്മെന്റ്, ന്യൂട്രീഷൻ, ഇങ്ങനെ അവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനുള്ളിൽ നിന്നുകൊണ്ട് സമൂഹത്തിൽ എങ്ങനെ എന്ത് ജോലി ചെയ്ത് ജീവിക്കാം എന്നുള്ള രീതിയിൽ ടീച്ചേഴ്സ് ആവുന്നതിന് വേണ്ടിയുള്ളത്, ഇങ്ങനെ പലതരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കുന്ന പ്രോഗ്രാം ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ, ഒന്ന് വിമൻ ഡിപ്പാർട്ട്മെൻറ്റ്, രണ്ട് സെൻറ്റർ ഫോർ ലൈഫ് ലോങ് ലേണിംഗ്, ഇത് രണ്ടിലും കൂടെ നടത്തുന്നുണ്ട്. ഒരുപാട് സോഷ്യൽ ഡെവലപ്മെന്റ് ഓറിയന്റഡ് പ്രോഗ്രാംസ് തന്നെ. അതേപോലെ സ്കൂൾ ഓഫ് ഡ്രാമ കാലിക്കറ്റിന്റെ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ഡ്രാമ പഠനത്തിന് ഓഫ് ക്യാമ്പസ് സെന്ററിൽ തൃശ്ശൂരിലാണ് പഠനം. ഇതുപോലെ ഓഫ് ക്യാമ്പസ് സെന്ററിൽ വേറെയും കുറെ കോഴ്സുകളുണ്ട്. മ്യൂസിക് ഉണ്ട്, ജോൺ മത്തായി സെന്റർ എക്കണോമിക്സ് ദൂരെയാണ്. അവിടെ ഇത്തരത്തിലുള്ള സെന്ററുകളുടെ പ്രവർത്തനത്തെ കുറിച്ച് ഈ ജോൺ മത്തായി സെന്ററിലാണ് ആദ്യം പറഞ്ഞില്ലേ ഈ ഡ്രാമ, സ്കൂൾ ഓഫ് ഡ്രാമ. അവിടെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും നടക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ്, അങ്ങനെ പിന്നെ ഈ അത് പിന്നെ എന്താ പറയണത്, ഈ എന്ത് മേഖല എന്താ പറഞ്ഞു, ആർട്സിൻ്റെ ആ മേഖലയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഫാഷൻ ടെക്നോളജി, അത് നമ്മൾ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് സർവകലാശാല കോഴിക്കോട് നേരിട്ട് നടത്തുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ കോഴ്സസ്, കമ്പ്യൂട്ടർ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന കോഴ്സസ്, പിന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇതൊക്കെയാണ്. അതുപോലെ ഈ സർവകലാശാലയുടെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ബോഡി, സിൻഡിക്കേറ്റ്. നേരത്തെയൊക്കെ ഒരു സിൻഡിക്കേറ്റ് യോഗം ചേർന്നാൽ ആ സിൻഡിക്കേറ്റിൽ ഒരു ദിവസം ഒരു തീരുമാനമെടുക്കും. അത് കഴിഞ്ഞ ആഴ്ചകളോ ഒരു മാസമോ ഒക്കെ കഴിഞ്ഞ് അടുത്ത യോഗം ചേർന്നാൽ ഈ തീരുമാനം സ്ഥിരപ്പെടുത്തും. അതിനുശേഷം ആഴ്ചകൾക്ക് ശേഷം ഉത്തരവുകൾ ഇറങ്ങും, അവ ക്രമേണ നടപ്പാക്കി തുടങ്ങും. ഈ രീതിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഇതിൽ വമ്പിച്ച മാറ്റം വന്നിട്ടുണ്ട്. അതായത് ആൾക്കാർ എന്നെ ഈ സ്പീഡ് എന്നൊക്കെ പറയണത് അതാണ്. ഞാൻ പറഞ്ഞുതരാം. ഒരു സിൻഡിക്കേറ്റ് കൂടിക്കഴിഞ്ഞാൽ രാവിലെ 9 മണിക്ക് സിൻഡിക്കേറ്റ് കൂടും. 1 മണി 2 മണിയാകുമ്പോൾ സിൻഡിക്കേറ്റ് തരും. ആഹാരം കഴിഞ്ഞ് വരും, സെക്കൻഡ് സെഷൻ ഇരിക്കും. മിനിറ്റ്സ് നമ്മൾ അന്ന് തന്നെ അപ്രൂവ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ താഴെയിട്ടത് എഴുതും, ഈ 60 ഐറ്റം ഈ ഫയലുകൾ തിരിച്ച് വൈസ് ചാൻസലർക്ക് വരാതെ 7 ദിവസത്തിനുള്ളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഓർഡറായിട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഫാസ്റ്റായിട്ട് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റുന്നത്. അത് ഒരു വല്ലാത്ത ചലനം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ രസം എന്ന് പറഞ്ഞാൽ പണ്ട് ഈ 4 മാസമൊക്കെ
അതിന് പിന്നെ എന്താ പറയുക, അത് രുചിച്ചിരുന്ന ആൾക്കാർ ഇന്ന് ഇത് കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അവർക്ക് വളരെ ഇഷ്ടമാണത്. കാര്യം എന്ന് പറയുക, എല്ലാവർക്കും അവർക്ക് കിട്ടേണ്ട കാര്യം എത്രയും പെട്ടെന്ന് കിട്ടണം. ബെനിഫിറ്റ് ആയാലും പ്രൊമോഷൻ ആയാലും സാങ്ഷൻ ആയാലും സർട്ടിഫിക്കറ്റ് ആയാലും എല്ലാവർക്കും പെട്ടെന്ന് കിട്ടണം. ഈ ചുവപ്പ് നാടയിൽ കിടന്ന് അടിക്കുന്നത് അത് നമ്മൾ വെട്ടിക്കുറച്ച് കൊടുത്തപ്പോൾ ആൾക്കാർക്ക് വലിയ ആശ്വാസമാണ്, ആൾക്കാർക്ക് സന്തോഷമാണ്. അതിന് നമ്മൾ ആരെങ്കിലും പറയണം എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ എത്ര ദിവസം കൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരാൾ വടിയും കൊണ്ട് ഇല്ല സ്കൂൾ മാഷ് ഇരിക്കുന്നുണ്ടെങ്കിൽ നിന്ന കാര്യം നടക്കും. ഇല്ല, ജീവനക്കാരുടെ സമ്പൂർണ്ണ സഹകരണം തീർച്ചയായും നല്ല സഹകരണം. എനിക്ക് തോന്നുന്നു അവരൊക്കെ ഇത് ആഗ്രഹിച്ചിരുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഈ ഒരു ഡിസിപ്ലിനും ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാനും പെട്ടെന്ന് ക്വിക്ക് ഡെലിവറി ഓഫ് സർവീസ് കിട്ടുന്നതിനും കൊടുക്കുന്നതിനും ഇവർ ആഗ്രഹിച്ചിരുന്ന പോലെ എനിക്ക് തോന്നുന്നു. ആരെങ്കിലും ഒന്ന് പറഞ്ഞു ചെയ്യിക്കാൻ ഇവർ കാത്തിരുന്ന പോലെ എനിക്ക് തോന്നുന്നു. കാരണം പ്രത്യേകിച്ചും പഴയ കാലത്തൊക്കെ ഗവൺമെന്റ് ജീവനക്കാരെ കുറിച്ചുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് അവരൊക്കെ ഇതുപോലെ തോന്നുമ്പോൾ വരികയും പോവുകയും, അതിനു പകരം സർവകലാശാല ക്യാമ്പസിലേക്ക് എന്ത് പറഞ്ഞാലും 10 മണിക്ക് ആളുകൾ എത്തുന്നുണ്ട്, 5 മണിക്കോ അതിനുശേഷമോ മാത്രമേ ആളുകൾ പോകുന്നുള്ളൂ. ഇതൊക്കെ സമൂഹം കുറെ കൂടെ മനസ്സിലാക്കുകയും നല്ല കാര്യങ്ങളാണ് ഭൂരിഭാഗവും ഇവിടെ നടക്കുന്നത് എന്ന് തിരിച്ചറിയുകയും ചെയ്യേണ്ടതല്ലേ? എന്തൊക്കെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് വന്നാലും മാധ്യമങ്ങളോട് ഇക്കാര്യത്തിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? എന്താണ് മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത്? നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെ മുളയിലെ കൊന്നുകളയരുത്, അതിനെ വളരാൻ അനുവദിക്കണം. പിന്നെ ഒരു വൈസ് ചാൻസലർ തോന്നിവാസം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതും കൊല്ലണം, അത് അത്യാവശ്യമാണ്. പക്ഷെ ആദ്യമേ നിങ്ങളുടെ വിവേചന ബുദ്ധി ഒന്ന് ഉപയോഗിക്കണം. ഈ ചെയ്യുന്നതിൻ്റെ ഇമ്പാക്റ്റ് വൈസ് ചാൻസലർക്കാണോ അതേ സമൂഹത്തിനാണോ? വൈസ് ചാൻസലർമാർ 4 കൊല്ലത്തേക്ക് വരുന്നവരാണ്. ദേ വിൽ ഗോ ബാക്ക്. യൂണിവേഴ്സിറ്റി വിൽ ബി ദെയർ. ഈ സൊസൈറ്റി ഇവിടെ ഉണ്ടാവും, കുട്ടികളുണ്ടാവും. 5 ജില്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഇതൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ ഉള്ളതാണ് അല്ലേ? അതുപോലെ അടിസ്ഥാനപരമായിട്ട് അങ്ങൊരു ശാസ്ത്രജ്ഞനാണ്. ഈ ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു ശാസ്ത്രകാരൻ്റെ കണ്ണിലൂടെ പലപ്പോഴും കാര്യങ്ങൾ കാണാൻ കഴിയൂ എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഈ മാനവിക വിഷയങ്ങൾ അവഗണിക്കപ്പെട്ടു പോകാൻ ശാസ്ത്രജ്ഞന്മാരുടെ ഭരണത്തിൽ സാധ്യതയുണ്ടെന്ന് ചിലർ പറയും. ഭാഷകളെ ഇക്കാലത്ത് ഇതൊരു കാലിക്കറ്റിൻ്റെയോ ഒരു മറ്റേതെങ്കിലും ഒരു പർട്ടിക്കുലർ സർവകലാശാലയുടെയോ ആ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല, പൊതുവെ തന്നെ ഭാഷകൾക്ക് ഇന്ന് വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നില്ല. അത് ആശയവിനിമയത്തിനുള്ള ഒരു സാധാരണ കാര്യം മാത്രമാണ്. പഠന വകുപ്പുകളിൽ മതിയായ തരത്തിലുള്ളൊരു സേവനം, ഒരു പുരോഗതിക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ, ഇതൊന്നും നടക്കുന്നില്ല എന്ന് കാലിക്കറ്റിനെ കുറിച്ച് എന്നല്ല, പൊതുവെ സമൂഹത്തിലൊരു ഒരു കാഴ്ചപ്പാടുണ്ട്. ഇത് സത്യമാണോ? അങ്ങനെയാണെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനായിരുന്നിട്ട് പോലും അങ്ങക്ക് ഈ മാനവിക വിഷയങ്ങളോട് അതുപോലെയുള്ള ഭാഷകളോടൊക്കെ കൂടുതൽ സ്നേഹം ഉണ്ടാവാൻ ആളുകൾ പ്രതീക്ഷിക്കുന്നില്ലേ? ഉണ്ടാവണമെന്ന്. തീർച്ചയായും വളരെ ശരിയാണ്. അതായത് നമ്മളൊരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. സയൻസ് സബ്ജക്റ്റ്, ലാംഗ്വേജ് ആൻഡ് ഹ്യൂമാനിറ്റി സബ്ജക്റ്റ്, നമ്മുടെ കുട്ടികൾ ആദ്യം പോകാൻ ആഗ്രഹിക്കുന്ന ഏതാ? സയൻസ്. ഇതൊക്കെ പ്രകൃതിയെ തന്നെ ഈ സബ്ജക്റ്റുകളിലേക്ക് പോകാൻ ആൾക്കാർക്ക് താല്പര്യക്കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളത് ഇതേ സ്പീഡിൽ ഡെവലപ്പ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ആൾക്കാർ പറയണത്, എൻ്റെ കാഴ്ചപ്പാട് ഇതും ഡെവലപ്പ് ചെയ്യണം, ഇതും ഡെവലപ്പ് ചെയ്യണം. ഈ ഡിഫറൻസ് അതുണ്ടാവും, അത് നാച്ചുറലാണ്. That does not mean that you should ignore them. They should also grow. I will give them full support. കലയും ശാസ്ത്രവും ഒരുപോലെ വളരണം. ചരിത്രപരമായ കാരണങ്ങളാൽ തന്നെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ. കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, SC/ST വിഭാഗക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. അവർക്ക് അത് സർവകലാശാല വാങ്ങിക്കൊടുക്കേണ്ടതാണെങ്കിൽ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ കൊണ്ടങ്ങ് നിർത്താൻ പാടുണ്ടോ? സർവകലാശാലയ്ക്കും അവരുടെ എംപ്ലോയബിലിറ്റി എൻഹാൻസ്മെന്റിന് മറ്റുള്ളവർക്ക് നൽകുന്ന അത്ര പ്രാധാന്യം പോരാ. അതിനേക്കാൾ ഇത്തിരി കൂടെ പരിഗണന ഈ വിഭാഗങ്ങൾ വെറും സാമ്പത്തിക ആനുകൂല്യങ്ങൾക്കപ്പുറം ചില ബൗദ്ധിക തലത്തിലുള്ള സഹായങ്ങൾ, വൈജ്ഞാനിക തലത്തിലുള്ള സഹായങ്ങൾ, പരിശീലന പരിപാടികൾ, ഇതൊക്കെ ആവശ്യമല്ലേ? ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ അവർ വിജയിക്കുക? അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. തീർച്ചയായും നമ്മൾ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അതായത് വയനാട്ടിലെ ചിതലയം എന്നൊരു സ്ഥലത്ത് ഒരു 10 ഏക്കർ സ്ഥലം എടുത്തിട്ട് അവിടെ നമ്മൾ ഇപ്പോൾ ആദ്യം ഒരു 80 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ്, അതിനോടൊപ്പം തന്നെ ഒരു 4 കോടി രൂപയുടെ പ്രോജക്റ്റ്, വേറൊരു 8 കോടി രൂപയുടെ പ്രോജക്റ്റ് വയനാട്ടിലേക്ക്. ഇതെന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രൈബൽ റിസർച്ച്, അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ റിസർച്ച് മാത്രമല്ല, അവിടെ ട്രൈബ്സിന് എഡ്യൂക്കേഷൻ ഉണ്ടാവണം,
സ്കിൽ എംപവർമെൻ്റ് ഉണ്ടാവണം, റിസർച്ച് കേപ്പബിലിറ്റി ഉണ്ടാവണം. അവരെ എങ്ങനെ നമ്മുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ പറയും ഈ ട്രൈബൽ റിസർച്ച് എല്ലാം ഒരുമാതിരി ആൾക്കാരെ പറ്റിക്കലാണെന്ന് പറയും. നമ്മൾ അങ്ങനെയല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആണസ്റ്റായിട്ട് സിൻസിയറായിട്ട് നമ്മളത് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഉടനെ തന്നെ അവിടെ ഈ കെട്ടിടത്തിൻ്റെ തറക്കല്ലിടും. എനിക്ക് തോന്നുന്നു ഞാൻ പോകുന്നതിന് മുമ്പ് അത് ഇനോഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ പിന്നെ ട്രൈബൽ റിസർച്ച് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് എഡ്യൂക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റുമെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അതിന് മുൻഗണന ഉണ്ടാവും, ചെയ്യും. മാത്രമല്ല നാളെ മുതൽ തുടങ്ങുന്നുണ്ട് ട്രൈബൽ സ്റ്റുഡൻസിന് എംപവർമെൻറ്റ് പ്രോഗ്രാം. അത് നെറ്റ് പോലെയുള്ള പരീക്ഷ എഴുതാനുള്ളത്, കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതാനുള്ളത്, ഈവൻ IAS കോച്ചിങ്, അതുപോലെ തന്നെ അവരുടെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇതിൻ്റെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ പലപ്പോഴും പ്രോബ്ലം വരുന്നത് അഡിക്വേറ്റ് നമ്പർ ഓഫ് ട്രൈബൽ സ്റ്റുഡൻസ് കിട്ടാനാണ് ബുദ്ധിമുട്ട്. നമ്മൾ ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി വിൽ ഡു. അതുപോലെ ഇന്ന് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു വരുന്ന പല മേഖലകളിൽ ഒന്നാണ് ഈ മീഡിയ സ്റ്റഡീസ്, മാധ്യമങ്ങളിലേക്ക്. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് പത്രപ്രവർത്തനം, പത്രത്തിൽ എഴുതുക എന്നുള്ളതായിരുന്നു. ഇന്നത് മാറിയിട്ട് ദൂരദർശൻ പോലുള്ള ഇലക്ട്രോണിക് മീഡിയ, ഇന്റർനെറ്റ് പത്രങ്ങള്, ഇതിനൊക്കെ ഈ മൾട്ടിമീഡിയ ലെവലിലുള്ള പഠനം ആവശ്യമാണ്. വെറും ജേർണലിസം കോഴ്സ് എന്നുള്ളതിനപ്പുറം ജേർണലിസം ആൻഡ് മൾട്ടിമീഡിയ, ഈ തരത്തിലുള്ള കോഴ്സുകൾ വികസിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ സർവകലാശാലയ്ക്ക് ചെയ്തുകൂടെ? ചെയ്ത് തുടങ്ങി. ജേർണലിസം, മൾട്ടിമീഡിയ, ഈ TV-യിലൊക്കെ ആങ്കറിങ്ങിനൊക്കെ കപ്പാസിറ്റി ഉള്ള കുട്ടികൾ, പ്രൊഡക്ഷന് കപ്പാസിറ്റി ഉള്ള കുട്ടികൾ, ഇപ്പോൾ ഒരുപാട് TV ഇതൊക്കെ വരെയല്ലേ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സിലബസ് അപ്രൂവ്ഡായി. ഉടനെ തന്നെ അതിൻ്റെ കോഴ്സുകളൊക്കെ വരും. അതുപോലെ പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ട, ഒരു കോഴ്സ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ബോർഡ് ഓഫ് സ്റ്റഡീസ് ഉണ്ടാക്കണം, സിലബസ് ഉണ്ടാക്കണം, പല തലത്തിൽ അപ്രൂവ് ചെയ്യണം, അക്കാഡമിക് കൗൺസിലിൻ്റെ പോകണ ഒരു വലിയ നീണ്ട പ്രക്രിയ. എന്നിട്ട് അത് അപ്രൂവ് ചെയ്ത് ഒരു സ്ഥാപനം തുടങ്ങിയത് ഇറ്റ് വിൽ ടേക്ക് 2 to 3 years. എന്നാലും